നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, എല്ലാവർക്കും മനസ്സിലായിട്ട് തന്നെയായിരിക്കും ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഒരു 2 സ്ട്രോക്ക് യൂസറോ അല്ലെങ്കിൽ ഒരു RX യൂസറോ തന്നെ ആയിരിക്കും, അത് ഉറപ്പ് തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മുടെ 2 സ്ട്രോക്ക് വണ്ടികൾ പഴയ വണ്ടികളാണ്. അപ്പോൾ അതിലേക്ക് വന്നിട്ട് റൈഡിങ് ക്വാളിറ്റി അല്ലെങ്കിൽ റൈഡിങ് കംഫേർട്ട് കമ്മിയാണ് കുറച്ച്. അപ്പോൾ അതിന് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഫോർക്ക് ഹൈറ്റ് കൂട്ടുക, അല്ലെങ്കിൽ റിയർ സസ്പെൻഷൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ സ്റ്റോക്കായി വരുന്ന RXൻ്റെ സസ്പെൻഷൻ പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. ഭയങ്കര ഹാർഡ് പറഞ്ഞാൽ നല്ല ഇടിപ്പ് വേനയൊക്കെ വരും, നല്ല കട്ടറൊക്കെ ചടിക്കുന്ന നല്ല ഇടിപ്പ് വേനയൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാക്സിമം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ളത് എന്തുവാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ TVS ഫിനിക്സിൻ്റെ ഷോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്ന ഒരു ഷോക്കാണ്. പക്ഷേ അതിൻ്റെ മെയിൻലി ഒരു പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഓവർ ഹൈറ്റാണ്. നമ്മളുടെ സ്റ്റോക്ക് സസ്പെൻഷനേക്കാളും വളരെ ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് വല്ലാതെ പൊന്തിയിരിക്കും. നല്ല ഡിസ്റ്റൻസ് ടയർ ടു നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പക്ഷേ അതിലൊരു പ്രശ്നവും കൂടിയുണ്ട്. നമ്മുടെ ചെയിന് വന്നിട്ട് ഇതിങ്ങനെ നല്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൂസാകും, അതേപോലെ തന്നെ ടൈറ്റ് ആകും, ലൂസാകും ടൈറ്റ് ആകും ചെയ്യും. നമ്മൾ സിംഗിൾ പോകുമ്പോൾ കുഴപ്പമില്ല. ഇത്ര വെയിറ്റുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സ്മൂത്താണ് സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ അതൊരു പ്രശ്നം തന്നെയാണ്. അത് ചെയിൻ ലൂസാകും ടൈറ്റ് ആകും. ചിലപ്പോൾ ചെയിൻ പൊട്ടൻ്റെ ചാൻസുകൾ അല്ലെങ്കിൽ ചെയിൻ ലൈഫിനൊക്കെ നല്ലോണം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാം, അതെങ്ങനെ ഫിക്സ് ചെയ്യാം. ഈ ഹൈറ്റ് നമ്മുടെ സ്റ്റോക്ക് ഇതിൻ്റെ അടുത്ത് അത്ര വന്നില്ലെങ്കിൽ കൂടെ നമുക്ക് മാക്സിമം എത്ര കമ്മിയാക്കാം, അല്ലെങ്കിൽ മാക്സിമം കമ്മിയാക്കിയിട്ട് എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. അല്ലെങ്കിൽ ലുക്കിന് തന്നെ വലിയതായിട്ട് ലുക്കിന് തന്നെ ബാധിക്കുന്നുണ്ട് ഈ ഹൈറ്റിൻ്റെ പ്രോബ്ലം. ബാക്ക് പൊന്തിയ പോലെ ഇരിക്കുന്നുണ്ട്. RX തന്നെ ഒരു ഫ്രണ്ട് പൊന്തിയിട്ട് ബാക്ക് താന്നിരിക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി എടുത്താൽ കേട്ടോ. ഒരു അറിവുമില്ല, എനിക്ക് ഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാലക്കാടാണ് നമ്മുടെ ലൊക്കേഷൻ. പാലക്കാട് ഇത് കൽമണ്ഡപത്ത് നമ്മുടെ അൻസാരിയല്ലോ നമ്മുടെ RXൻ്റെ ടോപ്പ് മെക്കാനിക്ക് എല്ലാവർക്കും അറിയാം. പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ ആ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് പറഞ്ഞാൽ. അപ്പോൾ അല്ലെങ്കിൽ ആ കൽമണ്ഡപം ഭാഗത്ത് പോയി ചോദിച്ചാലും മതി, സുജിത്ത് ഓട്ടോമൊബൈൽസ് പറഞ്ഞാൽ മതി. അവിടെ നമ്മുടെ മെയിൻലി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മാനുഫാക്ചറിങ് ആണ് അവിടുത്തെ. അതുപോലെ തന്നെ CNC ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫ്രണ്ട് ഫോർക്ക് ഹൈറ്റ് കൂട്ടാം. അതേപോലെ തന്നെ ഇതേപോലെ സസ്പെൻഷൻ വർക്കുകൾ, റീകണ്ടീഷൻ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതേപോലെ ഇത് കണ്ടിട്ട് നമുക്ക് അറിയത്തില്ല, പക്ഷേ ആദ്യമായിട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ ആൾക്കാരെ ചോദിച്ച്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു, പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുത്താൽ ചെയ്യാറ് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ സുജിത്ത് ഓട്ടോമൊബൈൽസ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും അത് കുറച്ച് കുഴപ്പമില്ലാത്ത റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വേറെ സ്റ്റോക്കായിട്ടുള്ള നെറ്റും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫിനിക്സിന് സ്റ്റോക്കിൻ്റെ നെറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരനെ അവിടെയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് നെറ്റ് എടുത്ത് ഫിക്സ് ചെയ്ത് തന്നിരിക്കണം. അതിൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരുപാട് സംസാരിച്ച് ഡിലേ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ തന്നെ. ഞാൻ വീഡിയോ എടുക്കാൻ മുമ്പ് തന്നെ പുള്ളിക്കാരൻ പണി തുടങ്ങി. അതുകൊണ്ട് നമ്മൾ വോയിസ് ഓവർ തന്നെ. പിന്നെ ഒന്ന് അവിടെ നല്ല നോയ്സും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വോയിസ് ഓവർ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ സസ്പെൻഷനൊക്കെ ഊരിയെടുത്തു നൈസായിട്ട്. നമുക്കിത് വന്നിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് പോലും നേരെ ഇടാൻ പാടില്ല. ഈ ഫിനിഷ് സ്റ്റോക്ക് ഇട്ടാൽ സെൻറ്റർ സ്റ്റാൻഡ് നിൽക്കത്തില്ല, വീഴാൻ പോവും. പിന്നെ എങ്ങനെയെങ്കിലും ചില സ്ഥലങ്ങളിൽ നിൽക്കുമായിരിക്കും, അല്ലാതെ ഫ്ലാറ്റായ സ്ഥലത്ത് ഒരെവിടെയും നിൽക്കത്തില്ല. സ്റ്റാൻഡ് ഓൾറെഡി മോഡിഫൈഡ് ആണ് സെൻറ്റർ സ്റ്റാൻഡ്, എന്നിട്ടടക്കം നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ അതെല്ലാം ഊരി. അപ്പോൾ നമുക്ക് ചില വീഡിയോകളിൽ ഫുള്ളായ ഡീറ്റെയിൽസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചില ഷോട്ടുകളിലൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, മാക്സിമം ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യാൻ ആലോചിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ത്രെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ടോപ്പ് കണക്റ്റിംഗ് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വേറെ ഒരു വണ്ടിയുടെ നെറ്റ് എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഇപ്പോൾ പിസ്റ്റൺ വരുന്ന ആ ട്യൂബ് സെറ്റാകത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ത്രെഡ് ഒരെണ്ണത്തിൻ്റെ ഓവൽ എടുത്തിട്ട് ഉള്ളിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ ഫിനിക്സിൻ്റെ ത്രെഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൽ വെച്ച് തന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ അത് അയച്ചിട്ട് ഫുള്ള് ക്ലീനൊക്കെ ചെയ്ത് തന്നു കേട്ടോ. നല്ല രീതിക്ക് ആൾ ക്ലീനൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് പുള്ളിക്കാരൻ അയച്ചു വെച്ച് ഓരോന്നായിട്ട് കൊണ്ട് ചെയ്യുന്നത്. ഒരു നെറ്റ് എടുത്തിട്ട് ഒരെണ്ണം അയച്ചു കഴിഞ്ഞ ശേഷം ഒരു നെറ്റ് കൊണ്ടെടുത്ത് ചെയ്ത് ഓരോ നെറ്റ് ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റാക്കുകയാണ്. എനിക്ക് കുറച്ച് അപ്പുറത്തൊക്കെ ഇരിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ സംഭവം വർക്ക് ചെയ്ത സാധനം കയ്യോടെ പെയിൻ്റ് അടിച്ച് ചേർന്നുണ്ട്. അപ്പോൾ വൃത്തികേടൊന്നും ഉണ്ടാകില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ കൂടെ ഞാൻ ആലോചിച്ചു പഴയതായതുകൊണ്ട് കുറച്ച് ബോറായിരിക്കില്ലേ വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് തന്ന് സെറ്റാക്കി തന്നു കേട്ടോ.
അതുപോലെ തന്നെ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറായിട്ട് വർക്കാണ്. ചിലപ്പോൾ സ്പ്രിങ്ങൊക്കെ ചാടി പോകാറുള്ള ചാൻസൊക്കെ ഉള്ള ഒരു വർക്കാണ്. ചില സസ്പെൻഷനുകളിലൊക്കെ സ്പ്രിങ് ചാടി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ട വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ചെയ്യാൻ പറ്റുമായിരിക്കാം, ഒരു ബെഞ്ച് ബേസോ അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റേ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ചെയ്ത് നോക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നമുക്ക് ത്രെഡിൻ്റെ പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ സസ്പെൻഷൻ ഊരാണെന്നും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ ശ്രമിച്ചു ഒരു TVSൻ്റെ ഊരാൻ, പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അവസാനമാണ് നേരെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ അവർ തന്നെ ത്രെഡൊക്കെ ചെയ്ത് വന്നു. അത് തന്നെ പുള്ളിക്കാരൻ വന്നിട്ട് നല്ല റിസ്കി ആയിട്ടുള്ള വർക്ക് തന്നെ ചെയ്യുന്നത്. സ്പ്രിങ്ങൊക്കെ നല്ല ലോഡ്, നല്ല കംപ്രസർ സ്പ്രിങ് ആയതുകൊണ്ട് നല്ല ലോഡായിരിക്കും. അതൊക്കെ പിടിച്ചാൽ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. നല്ലവണ്ണം പണി ചെയ്യുന്നതായിട്ട്. എന്തായാലും പുള്ളിക്കാരൻ ഒന്ന് വീഴാൻ പോയിട്ടോ അവിടെ ബാക്കിലെ സാധനങ്ങളൊക്കെ ആയിട്ട്. അതാണ് സംഭവം. പിന്നെ അതുപോലെ നല്ലോണം വൃത്തിയായിട്ട് തന്നെ ചെയ്തു തരുന്നത്. എന്താ പറയുക, ഈ വൃത്തികേടായിട്ടുള്ള അങ്ങനെ വലിച്ചിടുക, അങ്ങനെ നമ്മുടെ സാധനങ്ങളൊന്നും കംപ്ലൈൻറ്റ് പോലെ ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ആൾ വൃത്തിയായി ക്ലീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും പോയാലും നിങ്ങൾക്കും ചെയ്തു തരുന്നതായിരിക്കും. എനിക്ക് ഏകദേശം ഇതിനൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഒരു 300 രൂപയാണ്. അല്ലെങ്കിൽ ഒരു 200 രൂപയ്ക്ക് എനിക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ഒരു 200 രൂപയ്ക്ക് തന്നെ ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഫസ്റ്റ് തൊട്ട് ഗ്രൈൻഡ് ചെയ്യും, മറ്റു സംഭവം ഗ്രൈൻഡ് ചെയ്യും, ത്രെഡൊക്കെ ചെയ്തുകൊണ്ടാണ് 300 രൂപയ്ക്ക് ആയത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 200 രൂപയ്ക്ക് സംഭവം ചെയ്ത് കിട്ടും. പുള്ളിക്കങ്ങനെ നമ്മൾ രണ്ടാമത്തെ ത്രെഡാണ്. പിന്നെ രണ്ടും നമ്മൾ കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നേ കാട്ടുള്ളൂ. പിന്നെ എന്തായാലും നമ്മൾ തങ്ങടെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും പുള്ളിക്കാരൻ വന്ന് ഫുള്ള് സെറ്റാക്കി, ഒരു സൈഡ് ടൈറ്റാക്കി വെച്ച് സെറ്റാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ട് എന്തായാലും ഒരു വീഡിയോ എടുത്തു എന്തായാലും ഇരിക്കട്ടെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കൽമണ്ഡപമാണ്. കൽമണ്ഡപത്ത് വന്നിട്ട് സുജിത്ത് ഓട്ടോമൊബൈൽസ് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മുടെ അൻസാരി മെക്കാനിക്ക് അവിടെ ആ ഒരു ലൊക്കേഷൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോണതിൻ്റെ ഓപ്പോസിറ്റ് വഴിയുണ്ട്. ഓപ്പോസിറ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, തൊട്ടപ്പുറത്ത് തന്നെ ഇതേപോലെ ഒരു ഉള്ളിലേക്ക് കയറുന്ന സെറ്റപ്പ് ഉണ്ട്. അവിടെയാണ് അവിടെ കയറുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോയി പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കാണും. നേരെ നോക്കി വന്നിട്ട് സുജിത്ത് ഓട്ടോമൊബൈൽസ് കണ്ട് കാണും. ഞാൻ ആ ഒരു ഫ്രണ്ടിലൊരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുക. അപ്പോൾ മറ്റേ ചേട്ടൻ നല്ലോണം അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വെറും 300 രൂപയേ ഉള്ളൂ. ഈ 300 ചിലവിൽ നമുക്ക് ഈ സംഭവം റെഡിയാക്കാം. കാരണം ഒരുപാട് ഹൈറ്റ് പറഞ്ഞു വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ചില സമയത്ത് നമുക്ക് ഡിപ്പ് വേദനയ്ക്ക് ഭയങ്കരമായിട്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അത്യാവശ്യം ഒരു 300 കിലോമീറ്ററിൻ്റെ ട്രാവൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലവണ്ണം ഇടുപ്പ് വേദനയുണ്ടായിരുന്നു. പക്ഷേ സീറ്റെല്ലാം കംഫർട്ട് ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടുപ്പ് നല്ലോണം വേദന ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അത് സിംഗിളാണ് കേട്ടോ. വൺ ഡേ പോയിട്ട് വന്നാണ്. അത് സോളോ റൈഡായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ച് ഇടുപ്പ് വേദന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈറ്റ് കമ്മിയാക്കിയത്. ഇപ്പോൾ ഏകദേശം സെൻറ്റർ സ്റ്റാൻഡൊക്കെ സുഖമായി നിൽക്കുന്നുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് പറഞ്ഞു വെച്ചാൽ കുറച്ച് ഹൈറ്റ് 18 ഇഞ്ച് വീലായതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടും. നമുക്ക് വന്ന് വണ്ടി കഴുകണമെങ്കിൽ കൂടെ സെൻറ്റർ സ്റ്റാൻഡിട്ട് നിർത്തിയിട്ട് ഒന്ന് കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ട്. വലിയ ടൂ മച്ച് ആയിട്ടുള്ള ഒരു ആട്ടമൊന്നുമില്ല മറ്റുള്ളവൻ്റെ പോലെ. ഇതാണ് നമ്മൾ ഫിനിഷ് സ്റ്റോക്കിൽ വരുന്ന സ്റ്റോക്കായിട്ടുള്ള നെറ്റ്. നല്ല ഹൈറ്റുള്ള, ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ചെറിയ നെറ്റ്. ഇങ്ങനെ തന്നെ ആ ഡിഫറൻസ് നോക്കിക്കോട്ടോ, എത്രത്തോളം ഉണ്ടെന്ന്. അതിൻ്റെ ഹൈറ്റ് ഇത് നല്ല പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അത് വേറെ പഴയതാണെന്നൊന്നും ഒരിക്കലും അറിയുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയണമല്ലോ എത്രത്തോളം ഹൈറ്റ് വ്യത്യാസമുണ്ട് എന്ന്. നമുക്ക് പഴയ മോഡൽ TVSകളിൽ ഒക്കെ നമുക്ക് ഇതേപോലത്തെ ചെറിയ നെറ്റ് കിട്ടും. അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ RXൻ്റെ സ്റ്റോക്ക് നെറ്റ് തന്നെ ഉപയോഗിച്ചാലും മതി. ഇതൊക്കെ ഏകദേശം കറക്റ്റാണ്. പക്ഷേ പുതിയ മോഡൽ വണ്ടികൾക്ക് ഇത്ര ഹൈറ്റ് കൂടുതലുണ്ട്. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഏതാണെന്ന് പറഞ്ഞാൽ അതൊന്ന് കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞാൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പാർട്സിൽ നിന്ന് വല്ലതും എടുത്തിട്ട് കൊടുത്തു പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആ സംഭവം മാറ്റി തരും. അപ്പോൾ ചെറിയ വിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മോഡിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ എല്ലാം ഞാൻ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ അറ്റാച്ച് ചെയ്യാം. നമ്പർ ഞാൻ കണ്ടില്ല അവിടെയൊന്നും. നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ അറ്റാച്ച് ചെയ്യാം. നമ്പർ ഒന്നും വേണ്ട, ഡയറക്റ്റ് പൊക്കോളും. പോയി അവർ ചെയ്തു തരും. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് ഹൈറ്റ് ചെയ്യണമെങ്കിലും അവിടെ പോയി ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ നമുക്ക് RX റിലേറ്റഡ് അല്ലെങ്കിൽ 2stroke റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. നമുക്ക് നേരത്തെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ട് സെയിം അക്കൗണ്ടാണ്, പക്ഷേ അതിലെ വീഡിയോസൊക്കെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അത് ടെക്ക് പോലെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊരു റീച്ചിന് കിട്ടാത്തതുകൊണ്ട് എല്ലാം ടേക്ക് ഡൗൺ ചെയ്തു. അതുപോലെ ഇനി മുതലുള്ള വീഡിയോ നമ്മുടെ RXൻ്റെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ആയിരിക്കും. അതുപോലെ 2stroke എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. RX ലവേഴ്സൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും അറിയാം. RX ഓണേഴ്സ് ഉണ്ടാവും, തീർച്ചയായും നമ്മളെയും സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു പാവപ്പെട്ട ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ഇതേ ഒരു പ്രശ്നം മറ്റുള്ളവർക്കും ഉണ്ടെങ്കിൽ
അവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫിക്സ് ചെയ്തു പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഒരു കമൻറ്റ് അയക്കുക, ഞാൻ ഫിക്സ് ചെയ്തെന്നുള്ളതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വളർന്നു വരുന്ന യൂട്യൂബറാണ്. അതേപോലെ തന്നെ നല്ല നല്ല കണ്ടൻറ്റ്സ് നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടണം. നല്ല നല്ല കണ്ടൻറ്റ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും വരും. അതുപോലെ സൈനിങ് ഔട്ട്.